പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനമറിയിക്കുന്നു. വചനജാലകം എന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുമിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 32ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഒരുമിച്ച് 8ാം അധ്യായം ധ്യാനിക്കുകയാണ്. ഇന്ന് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത്. അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ കൈസര്യയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട്, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകനെന്ന് ചിലർ, ഏലിയാവെന്ന് ചിലർ, പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഈ വളരെ പ്രധാനപ്പെട്ട ദൂത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സാജു ബ്രദറെ, എൻ്റെ ചിന്തയിൽ അതിപ്രധാനമായ 2 ചോദ്യങ്ങളാണ് കർത്താവ് ചോദിക്കുന്നത്. ആദ്യം പുരുഷാരം കർത്താവിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന്. രണ്ടാമത്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. അതിന് പീറ്ററാണ് 12 ശിഷ്യന്മാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ശരിക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ മേലല്ലേ ഇറ്റേണൽ ലൈഫ് തന്നെ ഇരിക്കുന്നത്. യേശുക്രിസ്തു ആരാണ്? ആ ചോദ്യത്തിന് ഞങ്ങളുടെ കേൾവിക്കാരായ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഇത് സംബന്ധിച്ച് കർത്തൃദാസനിൽ നിന്ന് നമുക്ക് കേൾക്കാം. സാജു ബ്രദർ ഇതൊന്ന് പറയണം. തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണെന്ന് മാത്രമല്ല, നമ്മുടെ നിത്യതയെ തന്നെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ യേശുവിനെ ആര് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ യേശുവിനെ ആരെന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് ആദ്യം ചോദിക്കുന്നത് പുരുഷാരം എന്ത് പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ളതാണ്. അതെ, ജനങ്ങൾ പറയുന്നതിനകത്തെ ഒരു പ്രത്യേകത, അവര് കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്ത് പറയുന്നതാണ്. ജനങ്ങൾ പറയുമ്പോൾ വെളിപ്പാടിലല്ല. ഇപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്നതായ പല മത നേതാക്കന്മാരും ഉണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവരായ ആളുകൾ യേശുവിനെ കുറിച്ച് നല്ല ഗുരുവാണ് എന്നൊക്കെ പറയുന്നതായ ആളുകൾ ധാരാളമുണ്ട്. ഒരു പരിധിവരെ നമ്മൾ പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മളെ അതായത് വിശ്വാസത്തിൽ നിന്ന് പറയുന്നതിനേക്കാൾ ഇംപ്രസീവായിട്ട് പറയുന്നവരായ പല ആളുകളുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ഇഫ് ഐ വർ ലിവിങ് അറ്റ് ദ ടൈം ഓഫ് ജീസസ് ഇൻ Palestine, I would have been washing the feet of Jesus not with my tears, even I would have been washing his feet with my heart's, my blood, the blood of my heart. എൻ്റെ ഹൃദയരക്തം കൊണ്ട്. അതായത് ഞാൻ യേശുവിൻ്റെ കാലയളവിൽ പലസ്തീനിൽ താമസിച്ചിരുന്നുവെങ്കിൽ ഞാൻ യേശുവിൻ്റെ കാലുകൾ കഴുകുന്നത് എൻ്റെ കണ്ണുനീര് കൊണ്ടായിരിക്കുമായിരുന്നില്ല, പ്രത്യുത എൻ്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കുമായിരുന്നു എന്ന് വരെ പറഞ്ഞതായ ഭാരതീയ ചിന്തകർ നമുക്കുണ്ട്, ഇല്ലേ? അങ്ങനെ നല്ല നല്ല വാക്കുകൾ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ ആളുകൾ ശരിക്കും ഇവിടെ പറയുന്നത്, ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ഏലിയാവെന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് മറ്റു ചിലർ. ഇതൊക്കെ അവരുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് അവർ പറയുന്നത്. അതെ, അവരുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലെ പ്രധാനപ്പെട്ട ആളുകളാണ് യോഹന്നാൻ സ്നാപകൻ, ഏലിയാവ്, പ്രവാചകന്മാർ എന്നൊക്കെ പറയുന്നത്. അവരിൽ ഒരുവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം അവരുടെ കാഴ്ചപ്പാടുകളാണ്, വെളിപ്പാടല്ല. There is a big difference between നമ്മൾ ഈ പറഞ്ഞ കാഴ്ചപ്പാടും വെളിപ്പാടും. കേവല അറിവും ഉന്നതമായ അറിവും. വെളിപ്പാട് അങ്ങനെ വെളിപ്പാട് എന്ന നിലയിൽ തന്നെ റെവലേഷൻ. പലപ്പോഴും യേശുവിനെ ആളുകൾ മനസ്സിലാക്കുന്നത് വെളിപ്പാടിലല്ല, കാഴ്ചപ്പാടിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. യേശുവിനെ നല്ലൊരു ഗുരുവായിട്ട് ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിത്യചൈതന്യ യതി. യതിയുടെ മിക്കവാറുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ആ രീതിയിലൊക്കെ എനിക്ക് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു,
ക്രിസ്ത്യാനികളൊക്കെ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നു, എന്നാൽ ഞാൻ യേശുവിൻ്റെ വാക്കുകളെയാണ് ബഹുമാനിക്കുന്നത്. ഉം. അപ്പോൾ ആ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ അതിന് ഒരു മറുപടി ഞാൻ ഒരിക്കലും എഴുതുകയുണ്ടായി, ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്: യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്, അതിനെനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ യേശു തൻ്റെ ഹൃദയരക്തം ഒഴുക്കി കൊടുത്തിരുന്നില്ലെങ്കിൽ, അവൻ മരിച്ചിരുന്നില്ലെങ്കിൽ, അവൻ്റെ വാക്കുകളൊക്കെ സാധാരണക്കാരൻ്റെ വാക്കുകളായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലുത് യേശുവിൻ്റെ മരണമാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴും ശരിക്കും യേശുവിൻ്റെ മരണത്തെയാണ് യേശു പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. അതെ, അല്ലാതെ ഞാനൊരു പ്രവാചകനാണ്, അല്ലെങ്കിൽ ഞാൻ ഏലിയാവാണ്, യോഹന്നാനാണ് എന്നൊന്നുമല്ല പറയുന്നത്. വാട്ട് ഐ എം ഗോയിങ് ടു ബിക്കം ഓർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ, എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ആ ക്രൂശീകരണത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു പറയുന്നത്. ഇവിടെ ആളുകൾ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന്, ഇവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെളിപ്പാടില്ലാത്ത ഒരു വ്യക്തിയുടെ നല്ല ചിന്ത, ഇതാരും പറഞ്ഞില്ലല്ലോ യേശു മോശക്കാരനാണെന്ന് ആരും പറയുന്നില്ല. അവരാ പറയുന്നത് ആ കാലഘട്ടത്തിൽ അവർ അംഗീകരിക്കുക, യേശുവിനെ അംഗീകരിക്കുക. അതെ അതെ, പക്ഷെ വെളിപ്പാടിലല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഫാർ അവേ ഫ്രം ദി ഐഡന്റിറ്റി ഓഫ് ജീസസ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കർത്താവ് ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, അവൻ അവരോട് എന്നാൽ നിങ്ങൾ, അതായത് ജനങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. നിങ്ങൾ എന്നുള്ളത് മലയാളത്തിൽ വളരെ സ്പഷ്ടമാണ്, ഇംഗ്ലീഷിൽ യു എന്ന് മാത്രമേ ഉള്ളത്, ബഹുവചനത്തില്ല. അപ്പൊ 12 ശിഷ്യന്മാരോടാണ് ചോദ്യം. അപ്പൊ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് പിന്നീട് പീറ്റർ സംസാരിക്കുന്നത്. അപ്പൊ ഇന്നും വാസ്തവത്തിൽ ഒരു വ്യക്തിപരമായ ചോദ്യമായി ഈ കേൾക്കുന്ന ഓരോരുത്തരും, ഓരോ വ്യക്തിയോടും കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആര്? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്നാണ് അറിയുന്നത്? പുരുഷാരം അറിയുന്നത് പോലെ അറിഞ്ഞാൽ പോരാ, യേശുവിനെ അറിയുന്നത് പുരുഷാരം അറിയുന്ന ഒരു രീതിയുണ്ട്. അതല്ല നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വെളിപ്പാടിലാണ്. ഇവിടെ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. ശരിക്കും സജു ബ്രദറെ, ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 വർഷം കർത്താവ് ഇവരെ നടന്ന് ട്രെയിൻ ചെയ്യുക. എന്നിട്ട് ഇതൊരു തരം ഫൈനൽ എക്സാമിനേഷൻ പോലെയുള്ള 2 ചോദ്യമാണ്. ഫൈനൽ എക്സാമിനേഷൻ 2 ചോദ്യമേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ ചോദ്യമാണ്, ഹൂ ഡു യു സേ ഐ ആം? ഞാനത് വായിക്കുമ്പോൾ ഈ ഐ ആം എന്നുള്ളതൊരു എനിക്കൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. ഹൂ ഡു യു സേ ഐ ആം? അത് ഫിലിപ്പിൻ്റെ കൈസറി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ ജോഗ്രഫിക്കലി ഇഷ്ടം പോലെ അന്യാരാധന കേന്ദ്രങ്ങളുള്ള ഒരിടമായിട്ടാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതിൻ്റെ നടുവിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ എന്നല്ല, ഹൂ ഡു യു സേ ഐ ആം? am I just like all these other so-called gods, or have you understood who I am? അതൂടെ അതിനകത്തുള്ളതായിട്ടാണ് എനിക്ക് ബോധ്യമാകുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം സേ എന്ന വാക്ക്, അതെ, പാസ്റ്റർ പറഞ്ഞതുപോലെ വാട്ട് യു തിങ്ക് അബൌട്ട് മീ എന്നല്ല. അതെ അതെ അതെ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വി നീഡ് ടു കൺഫസ് ഹൂ ജീസസ് ഈസ്. ആമേൻ. അപ്പം കർത്താവായ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുക, കൺഫസ് ജീസസ് ആസ് ലോർഡ്. അതെ, ആ കൺഫഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അല്ലാതെ ഐ തിങ്ക് ഹീ ഈസ് ഗാഡ് എന്ന് പറയുന്നതും ഐ കൺഫസ് ദാറ്റ് ഹീ ഈസ് ലോർഡ് എന്ന് പറയുന്നത് രണ്ടാണ്. ഈ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. യു സി, നിങ്ങളുടെ മനസ്സിലെ ചില ചിന്തകൾ മാത്രമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ യേശുവിനെ എങ്ങനെയാണ് കൺഫസ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ യേശുവിനെ ക്രിസ്തു എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ മെസ്സായ, ക്രിസ്തു എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്റ്റോസ് എന്ന് പറയുന്നത് ദി അനോയിന്റഡ് വൺ ഓർ ദ മെസ്സയ, വീണ്ടെടുപ്പുകാരൻ. അനോയിന്റഡ് എന്ന് പറയുമ്പോഴും മെസ്സയ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം അയക്കുന്ന മശിഹ എന്ന നിലയിൽ, അതാണ് ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്. അതെ. അപ്പോൾ ആ ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ദൈവം അയക്കപ്പെട്ടവൻ, ആ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അയച്ച മശിഹയാണ് യേശു എന്ന് നിങ്ങൾ കൺഫസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ തീർച്ചയായും പ്രസക്തമായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17 ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ ഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ ഇത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എങ്കിലും
അവിടെ പീറ്റർ പറയുന്ന ഇതാ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് നമുക്കവിടെ കാണാം. സാജു ബ്രദർ, എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പുരുഷാരത്തിൽ മിടുക്കന്മാരും കേമന്മാരും പഠിത്തക്കാരും പാരമ്പര്യക്കാരും ഒക്കെ ഉണ്ട്. അവർക്ക് പ്രോഫറ്റ് എന്ന നിലയിലേ മനസ്സിലായിട്ടുള്ളൂ. ഒരു മുക്കവന് വെളിപ്പാടുണ്ടായി പറയാ, ഐ നോ ഹൂ യു ആർ ദ ക്രൈസ്റ്റ്. വെളിപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് ഇരിക്കുമ്പോൾ കാണുന്ന വെളിപ്പാടല്ല, അങ്ങനെ ഒരു തലമുണ്ട്. ഇത് നമ്മൾ മറ നീക്കി നമ്മുടെ ഉള്ളുകൊണ്ട് ഗ്രഹിക്കുകയാണ്. ഈ മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു മനുഷ്യനല്ല, മനുഷ്യവേഷത്തിൽ ഹീ ഈസ് ഗോഡ് ഇൻകാർണേറ്റ്. ഇത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യന് ദൈവം മറനീക്കി കാണിച്ചു കൊടുക്കുകയാണ്, ഗ്രഹിക്കുകയാണ്. അത് എനിക്ക് ഭയങ്കര, ഇറ്റ്സ് ഇൻക്രെഡിബിൾ. തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസത്തിലല്ല ഇത് കാര്യം മനസ്സിലാകുന്നത്. വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്നത് അറിവാണ്. പക്ഷെ ഇത് വിദ്യാഭ്യാസമല്ല, ഇത് വെളിപ്പാടാണ്. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കൃത്യമായിട്ട് കർത്താവ് തന്നെ പറയുന്നു, ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് മനസ്സിലാക്കി തന്നത്, അതെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത്. വെളിപ്പാട് പുറത്തുനിന്ന് വരുന്നതാണ്. പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാ? പുറത്തെ നോളജിൽ നിന്നല്ല. നോളജ് ഉണ്ടാകുന്നത് നമ്മുടെ വായനയിൽ നിന്ന്, നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്ന്, നമ്മൾ കാണുന്നതിൽ നിന്നൊക്കെയാണ് നോളജ് ഉണ്ടാകുന്നത്, അറിവുണ്ടാകുന്നത്. എന്നാൽ വെളിപ്പാട് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുതരുന്നതാണ് വെളിപ്പാടെന്ന് പറയുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. കഠിന ഹൃദയമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. ഇത് വെളിപ്പാട്. അതെ, ആ ഹൃദയം തുറക്കുക. അതെ അതെ. പോളിന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പ്രേ ദാറ്റ് ദി ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് വിൽ ഓപ്പൺ. എഫെസ്യ ലേഖനത്തിലൊരു പ്രയറാണ്. ശരിക്കും അതാണ് വെളിപ്പാട്. നമ്മുടെ ഹൃദയ ദൃഷ്ടി തുറക്കുക, പ്രകാശിപ്പിക്കുക. തുറന്നവരുടെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഹോളി സ്പിരിറ്റ് എൻലൈറ്റൻ ചെയ്യുക, ടോർച്ച് അടിക്കുക, കാര്യങ്ങൾ നമ്മളങ്ങ് ഗ്രഹിക്കുക. ആ ഒരു അർത്ഥമാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഇതിനകത്തെ ഒരു ട്രാജഡി എന്ന് പറയുന്നത്, ഈ 12 പേരിൽ ഒരാൾ ജൂഡസ് ആണ്. ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ് എന്നുള്ള കൺഫെഷൻ കേട്ട് കർത്താവ് അത് ശ്ലാഘിക്കുന്നത് കേട്ട് അവനറിയാം ഹൂ ജീസസ് ഈസ്. എന്നിട്ട് ബോധപൂർവം ഈ കർത്താവിനെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ട്രാജഡി. ഇത് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. വേദപുസ്തകം വളരെ ശക്തമായി പറയുന്നു, അന്ത്യകാലത്തിൽ അപ്പോസ്റ്റസി നടക്കും, വിശ്വാസത്യാഗം സംഭവിക്കും. എന്താ വിശ്വാസത്യാഗം? ജൂഡസിൽ കണ്ടാൽ മതി. കാര്യമറിയാം, പക്ഷേ പണത്തിന് ആ വെളിപ്പാടിനെ വിറ്റുകളഞ്ഞു. അന്ത്യകാലത്തിൽ ഇത് ബൈബിൾ പ്രവചനമാണ്. വിശ്വാസത്യാഗം വ്യാപകമായി സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ അന്ത്യകാലത്ത് സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് അന്ത്യകാലമാണ്. പലരും വിശ്വാസത്യാഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തിൽ നിന്ന് ആള് പോകുമെന്നൊന്നും അല്ല ഞാനീ പറഞ്ഞത്. ഈ പെന്തക്കോസ്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശരിക്കും ഡീപ്പ് റൂട്ടഡായി ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലല്ല. വെളിപ്പാടിലായിരുന്നെങ്കിൽ നമ്മൾ യേശു പറഞ്ഞതും ദൈവത്തിൻ്റെ വചനമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറേണ്ടത്. പക്ഷെ ഒരു അർത്ഥത്തിൽ നമ്മൾ പറയുന്നു, യാ ജീസസ് ഈസ് ഗോഡ് ആൻഡ് ജീസസ് കെയിം ടു സേവ് അസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജീസസിൻ്റെ ഹൃദയത്തിൽ നമ്മൾ വളരെ ഫാറായി പോകുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ ഒരു തിരിച്ചറിവ് ആർക്കെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, ബോങ്കയുടെ ഒരു വാക്ക് ഞാൻ പറയുക, ഇഫ് യു ഹാവ് ബാക്ക് സ്ലിഡൻ സ്ലൈഡ് ബാക്ക്. തിരിച്ചൊരു മടങ്ങി വരവ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും അവിടെ പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. അപ്പം ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവർക്ക് ലഭിച്ചതായ ഒരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഒരു മെച്യൂരിറ്റി പുരുഷാരത്തിനായിട്ടില്ല. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത്
ഞാൻ മശിഹയാണ്, പക്ഷേ മശിഹയാകുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ്. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞിട്ട് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയിർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അതായത് ഞാൻ മശിഹയാണ്, പക്ഷേ മശിഹ മരിക്കണം എന്ന് യേശു പറയുകയാണ്. മരണത്തിലൂടെയും മരിച്ചിട്ട് ഉയിർത്തെഴുന്നേൽക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥത്തിൽ മശിഹൈകത്വം തെളിയിക്കപ്പെടുന്നത്. ആമേൻ. അതായത് കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് മശിഹയായി അയച്ചിരിക്കുന്ന യേശു, ആ യേശു ഇപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ താൻ മശിഹയാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ പോലും ആ വെളിപ്പാട് ക്രൂശ് മരണത്തിന് ശേഷമാണ്, അതായത് ക്രൂശിന് ശേഷമാണ് ഈ മശിഹയത്വം ജനങ്ങൾക്ക് വെളിപ്പെടേണ്ടത്. അതെ. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സാജു ബ്രദർ പറഞ്ഞ പോലെ ഇതിന് തൊട്ട് മുൻപ് കിടക്കുന്ന ആ എപ്പിസോഡിൽ കർത്താവ് ഈ കുരുടനെ ഘട്ടം ഘട്ടമായിട്ട് വിടുവിക്കുന്നത് പോലെ ഇപ്പോൾ ഇവർക്ക് വെളിപ്പാടുണ്ടെങ്കിലും മസ്സയായുടെ മിനിസ്ട്രിയെക്കുറിച്ച് ഫുൾ ഒരു കാഴ്ചപ്പാടില്ല. ഈ ഹാഫ് ട്രൂത്ത് എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. കാരണം ഇപ്പോഴും ഇവരുടെ ഉള്ളത്തിൽ മേ ബി ദിസ് ഇസ് ഗോയിങ് ടു ബി എ ലിറ്ററൽ കിങ്ഡം. അതാണ് പത്രോസ് വേറിട്ട് കൊണ്ടുപോയി കർത്താവിനെ ശാസിക്കുന്നത്, അയ്യോ അങ്ങനെയൊന്നും നിനക്ക് സംഭവിക്കരുതെന്ന്. അപ്പോൾ അതാണ് പ്രചരിപ്പിക്കാൻ പോകുന്നെങ്കിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു സെക്കൻഡ് ടച്ച് എന്ന നിലയിൽ കർത്താവ് അവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഐഡൻറ്റിറ്റി ഓഫ് ദ മെസ്സയ അവർക്ക് മനസ്സിലായി. ദ മിനിസ്ട്രി ഓഫ് ദ മെസ്സയ എന്ന് പറയുന്നത് ക്രൂശിലൂടെയുള്ള ഗ്ലോറിഫിക്കേഷനാണ്. ഇത് പലപ്പോഴും അവർക്ക് മനസ്സിലായില്ല. മാത്രമല്ല, നമ്മൾ മത്തായിയിലും സുവിശേഷം നമ്മൾ കാണുമ്പോൾ അവിടെയും നമ്മൾ ചിന്തിച്ചാണ് ഇവിടെയും പറയാനുള്ളത്. കർത്താവ് ഇത് കഴിഞ്ഞിട്ടാണ് ആവർത്തിച്ച് കർത്താവ് ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ പാഠം ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവർ പൂർണ്ണമായി തറവായി കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ആഴം, ഹി ഈസ് ഗോയിങ് ടു ജെറുസലേം ടു ബി ക്രൂസിഫൈഡ് ആസ് എ സഫറിങ് മസായ എന്നുള്ള കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നത്. പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ദി ഐഡന്റിറ്റി ഓഫ് മെസ്സയ ഈസ് റിവീൽഡ്, പക്ഷേ ദ മിനിസ്ട്രി ഓഫ് മെസ്സയ ഈസ് യെറ്റ് ടു ബി റിവീൽഡ്. അത് വളരെ കാര്യമായ ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം അല്ല, ഇന്നും ഇതാണ് പ്രശ്നം. ക്രോസ് ഈസ് ഹിഡൻ. ക്രോസ് ഈസ് ഹിഡൻ, അതാണ് ഇതിനകത്തൊരു പ്രശ്നം. ബാക്കിയെല്ലാം ഉണ്ട്, സൗഖ്യമാക്കുന്ന യേശു അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, മറ്റതില്ല. ദാറ്റ്സ് എ ഹാഫ് ട്രൂത്ത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുവിശേഷം. ഇന്ന് സുവിശേഷത്തിൽ ക്രൂശിൻ്റെ കാര്യം കേൾക്കാനേ ഇല്ല. അതെ, അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അതെ അതെ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ക്രൂസൈഡ് എന്ന വാക്ക്, അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്ക്, ക്രൂസൈഡ് എന്ന വാക്കിൽ ക്രോസ് ഇല്ലെങ്കിൽ ഇന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ ക്രൗൺ ആണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒന്നുകിൽ ഇതിൻ്റെ പേര് മാറ്റണം, ഈ ക്രൂസൈഡ് എന്നുള്ള പേര് മാറ്റി വല്ല ക്രൗണൈഡ് എന്നോ വല്ലതും ആക്കണം. കാരണം ഇവിടെ ക്രോസ് പ്രസംഗിക്കപ്പെടുന്നതേ ഇല്ല. എന്നാൽ ഇവിടെ ശിഷ്യന്മാർക്കും ഈ അബദ്ധം പറ്റാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ നിന്ന് ഡിഫറൻ്റ് അല്ലാതെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇസ്രായേലിന് രാജ്യം ഏറ്റവും ഒടുവിൽ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം പോലും ഇവർ ചോദിക്കുന്നത്, നീ ഈ കാലയളവിലോ 1-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ അത് ഈ ജൂവിഷ് ആളുകളുടെ അകത്ത് ഡീപ്പ് റൂട്ടഡ് ആയിട്ടിരുന്ന കാര്യമാണ്. അവർ ബിലീവ് ചെയ്തു കിങ്ഡം ഓഫ് ഗോഡ്, ലിറ്ററൽ കിങ്ഡം. അപ്പം ജീസസ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിന് നേരത്തെ അവർ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ ആളുകൾ രംഗപ്രവേശനം ചെയ്യുമ്പം ഇദ്ദേഹത്തിലൂടെ ആയിരിക്കും ദറ്റ് കിങ്ഡം വിൽ കം. കാരണം ഈ റോമൻ ഈ ഭരണം അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയാതെ ദൈവത്തിൻ്റെ രാജ്യം വരണമെന്ന് ആഗ്രഹിച്ചു. അപ്പം ഹീ ഈസ് ദ മെസ്സയ എന്നുള്ള വെളിപ്പാട് അവർക്ക് കിട്ടി. ഹീ വിൽ ബ്രിങ് ദ ലിറ്ററൽ കിങ്ഡം എന്നുള്ളതാണ് അവരുടെ അകത്തിരുന്ന ചിന്ത. അപ്പോഴാണ് 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് അവർ കേൾക്കുമ്പോൾ കർത്താവോട് പറയുന്ന, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയിർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു
തുടങ്ങിയെന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറഞ്ഞത് 2-3 തവണയെങ്കിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഹീസ് ഗോയിങ് ടു ബി ക്രൂസിഫൈഡ് എന്നുള്ളത് തെളിച്ചു പറയുകയാണ്. ഇത് പീറ്ററിനെ സംബന്ധിച്ചുള്ള ഇറ്റ് ഈസ് ഷോക്കിംഗ്. കാരണം ജീസസ് ഈസ് കിങ്, ഹീസ് ദ മസയ. ലിറ്ററൽ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു വലിയ നേതാക്കന്മാരാകും, മന്ത്രിമാരാകും. ആ ആശയത്തിന് വലിയ ക്ഷതമാണ് സംഭവിക്കുന്നത്. ജീസസ് പറയുന്നത് അവർക്ക് ഷോക്കിംഗ് ആയി മാറി. അതുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിൽ കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിക്കാനും ഒക്കെ തുടങ്ങിയതായിട്ട് നമുക്ക് പിന്നീട് അതിൻ്റെ 32 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് സാത്താനെ എന്നെ വിട്ടുപോകും. കാര്യം ക്രൂശ് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ്, നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ പറയുന്നത് സാത്താനെ എന്നാണ് വിളിക്കുന്നത്. സാത്താനെ എന്ന് വിളിക്കുന്നതിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, നമ്മളത് ഒരിക്കൽ പറഞ്ഞതാണ്. ദേഷ്യം ഉണ്ടായിട്ടല്ല. കാരണം ക്രൂശ് ഒഴിവാക്കാനുള്ള പ്രലോഭനമാണ് ശരിക്കും യേശുവിൻ്റെ പരീക്ഷകളിലെല്ലാം ക്രൂശ് ഒഴിവാക്കാനായിരുന്നു. 40 ദിവസം ഉപവസിക്കുമ്പോഴും എന്നെ വീട് നമസ്കരിക്കും, ഞാൻ എല്ലാം ഇതെല്ലാം തരാവുന്ന. അവോയ്ഡ് ദ ക്രോസ്. അതാണ് ഏറ്റവും വലിയ പ്രലോഭനം. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ആളുകൾക്ക് പോഷിപ്പിക്കാനുള്ള അത്ഭുതം ചെയ്തു കഴിഞ്ഞും കമ്മിറ്റി എല്ലാം കൂടെ കൂടി. കാരണം രാജാവാക്ക ഇവനെ. രാജാവാക്കുക. കർത്താവ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ദ ക്രോസ് ഒരു കിങ്ഡത്തിനല്ല, ഗ്ലോറിഫിക്കേഷൻ ത്രൂ ദ ക്രോസ് ആണ്. ഇതാണ് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത്. എന്നിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് കർത്താവ് പറയുന്നത്. വാസ്തവത്തിൽ കർത്താവ് താഴെ പീറ്ററിനോട് പറയുന്നത്, പീറ്റർ, അന്ന് ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയില്ലേ, ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിറങ്ങിയാൽ മതി, എൻ്റെ പിന്നാലെ വരുന്നവനെല്ലാം ക്രോസ് ഉണ്ട്. അതെ, ഇതാണ് കർത്താവ് അവിടെ പറയുന്നത്. പത്രോസ് ക്രൂശ് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ക്രൂശ് എടുക്കുന്ന കാര്യമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതെ. അപ്പൊ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്തുള്ള പ്രസംഗങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ കാതലായ ദൂതിനെ നാം മാറ്റിവെച്ചാണ് പ്രസംഗിക്കുന്നത്. ഇറ്റ് ഈസ് അനദർ ഗോസ്പൽ. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം. ക്രൂശിതനായ ക്രിസ്തുവും നാം ഓരോരുത്തരും ക്രൂശിതനായ ക്രിസ്തുവിനെ പിൻപറ്റുമ്പോൾ എടുക്കേണ്ട ക്രൂശിനെ കുറിച്ചുമുള്ള സന്ദേശങ്ങൾ മടങ്ങി ദൈവസഭയിൽ വന്നില്ലെങ്കിൽ ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന മാരകമായ വിഷം നമ്മളെ ട്രാപ്പ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. there is a cross that we have to carry. അത് കർത്താവ് എടുത്ത ക്രൂശല്ല. കർത്താവ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരിക്കലായി ക്രൂശിൽ അക്ഷരികമായി കയറി പാപം തൻ്റെ മേൽ ചുമന്നു. മനുഷ്യന് കിട്ടേണ്ട ആ പെനാൽറ്റി ഓഫ് സിൻ താൻ എടുത്തു എന്ന കാര്യം നമുക്കറിയാം. നമ്മൾ എടുക്കേണ്ട ക്രോസ് എന്താ? ഈ ക്രൂശിനകത്തൊരു തത്വമുണ്ട്, ഒരു പ്രിൻസിപ്പിൾ. നാം എടുക്കേണ്ട ക്രോസിനെ കുറിച്ചാണ് അവിടെ 34-ാം വാക്യം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് എങ്ങാണ്ട് രഹസ്യമായിട്ടൊന്നും പറഞ്ഞതല്ല. അകത്തുള്ളവരോടും പുറത്തുള്ളവരോടും പറയുന്ന സന്ദേശം ഒന്ന് തന്നെയാണ്. പുരുഷാരത്തിന് ഹീസ് ജസ്റ്റ് എ പ്രോഫറ്റ് എന്നുള്ള അറിയത്തുള്ളൂ. കർത്താവിനെ അനുഗമിക്കാൻ കൊടുക്കേണ്ട വിലയെക്കുറിച്ചുമാണ് അവരോട്. അല്ല നമ്മൾ ഇന്ന് ഈ ട്രിക്കും ടെക്നിക്കും ഒന്നുമില്ല. അവരോട് ഹീലിംഗ് ഒക്കെ പറ, അകത്ത് വന്നിട്ട് പിന്നെ മറ്റേത് പറയാം. അങ്ങനെയൊന്നും ജീസസിന് ഈ ട്രിക്കും ടെക്നിക്കും ഒന്നുമില്ല. ജീസസ് ക്ലിയർ ആയിട്ട് പറയാം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് ക്രൂശ് നാം എടുക്കേണ്ടത്? തന്നെത്താൻ ത്യജിക്കുക എന്നുള്ള ക്രൂശാണ്. തൻ്റെ ക്രൂശ്, അതായത് എൻ്റെ ക്രൂശ്. ആമേൻ. ക്രൂശ് എന്ന് പറയുന്നത് ശരിക്കും മരണത്തെയാണ് കാണിക്കുന്നത്. എക്സാക്ട്ലി. കാരണം അന്നത്തെ ഓഡിയൻസിനോട് ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായത് ഹീസ് കോളിംഗ് us to die. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മരണം എടുത്തുകൊണ്ട് വേണം ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ. അതായത് എൻ്റെ സ്വയത്തിൻ്റെ മരണം. എനിക്ക് പിന്നീട് മോഹങ്ങളില്ല, ഇഷ്ടങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, താല്പര്യങ്ങളില്ല. ബിക്കോസ് ഐ എം ഡെഡ്. എൻ്റെ ക്രോസ്. ലൂക്കോസ് 9:23 ഒരു വാക്കൂടെ ചേർത്തിട്ടുണ്ട്. ലൂക്കോസ് അനുദിനം, ഓരോ ഡെയിലി ഡൈ എന്നുള്ള പദപ്രയോഗം. എന്നിട്ട് അതിനോട് ചേർന്ന് തന്നെ പറയുന്നത്, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നത്, എൻ്റെ ശരീരത്തിൽ ഞാൻ ജീവിക്കാൻ പരിശ്രമിച്ചാൽ.
അവോയ്ഡിങ് ദ ക്രോസ്. അവോയ്ഡിങ് ദ ക്രോസ്. അതെ. എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കാൻ പരിശ്രമിച്ചാൽ ഞാൻ വാസ്തവത്തിൽ എൻ്റെ ജീവനെ കളയുകയാണ്, എൻ്റെ ആത്മീയ ജീവനെ കളയുകയാണ്. എന്നാൽ ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അതായത് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ പിന്നീട് എൻ്റെ മരണം വഹിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഇഷ്ടങ്ങളെ ബലി കഴിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ മോഹങ്ങൾക്ക് പിന്നെ ഒരു പ്രസക്തിയുമില്ല, എൻ്റെ ചിന്തകളോ ഒന്നും, എല്ലാം ദാറ്റ് ഈസ് ഓൾ ഡെഡ്. അതിനു പകരം തൻ്റെ നിമിത്തം യേശു എന്നിൽ ജീവിക്കുകയാണ്. അങ്ങനെ യേശു എന്നിൽ ജീവിക്കുകയും ഞാൻ എൻ്റെ സ്വയത്തെ ക്രൂശിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ശരിക്കും എൻ്റെ ജീവനെ നേടുന്നത്. ആമേൻ. പിന്നീട് പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഇതുപോയി ആത്മഹത്യ ചെയ്യുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. അതെ. ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും തൻ്റെ ആത്മീയമായ ജീവനെ കളയുകയും. എനിക്ക് ആത്മീയമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ, ദൈവികമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ, അതായത് എൻ്റെ സ്വയത്തിൻ്റെ ജീവിതത്തെ ഞാൻ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് ഈ 31 മുതൽ ഉള്ള വേദഭാഗം നമ്മളിവിടെ ചിന്തിച്ചു. വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. വെളിപ്പാട് കിട്ടിയ ശിഷ്യന്മാർക്ക് ജീസസ് ദ മസ്സായയുടെ മിനിസ്ട്രിയുടെ കർത്താവ് അവർക്ക് കൈമാറുമ്പോൾ പീറ്ററിനും ശിഷ്യന്മാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ അവരോടും കർത്താവ് പറയുന്നത്, കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ, കർത്താവ് ഇപ്പം എങ്ങോട്ട് പോവുകയാണ്? കർത്താവ് യെരുശലേമിലേക്ക് പോവുകയാണ് ക്രൂശിക്കപ്പെടാൻ. കർത്താവിൻ്റെ പിന്നാലെ വരുന്ന ഒരാളിന് ക്രൂശ് അവോയ്ഡ് ചെയ്യാൻ സാധ്യമല്ല. ഇത് വളരെ ഗൗരവമുള്ള സന്ദേശമാണ്. ഇത് പലപ്പോഴും നമ്മുടെ സഭകളിൽ പഠിപ്പിക്കാതെ ഇരിക്കുന്ന നിമിത്തം ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പം കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മളെ വിടിവിക്കട്ടെ. ആ ശരിയായ ധാരണയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു. God bless everyone. Amen.